ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ഉപ്പേരി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒരു പൊട്ടേറ്റവും വെണ്ടക്കായും വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് വെണ്ടക്കായ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതായത് നമ്മൾ വെണ്ടക്കായ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പൊട്ടറ്റോയും കൂടി തൊലി കളഞ്ഞിട്ട് പൊട്ടറ്റോ അരിഞ്ഞെടുക്കാം. ഇല്ല അപ്പോൾ നമ്മളിത് പൊട്ടറ്റോയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് അരിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ പൊട്ടറ്റോ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്കായയും പൊട്ടറ്റോയും ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു നമുക്ക് ഗുണമുള്ള കാര്യം എന്താ വെച്ചാൽ കുട്ടികളായാലും കഴിക്കാൻ പറ്റും. ഇവിടെ വെണ്ടക്കായ എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. പൊട്ടറ്റോ ഇതിൽ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇവിടെ സൗണ്ട് ഉണ്ടാക്കുന്നത് വിയോമാണ്. ഇത് ഞങ്ങളുടെ നെയ്ബറാണ്. അവനിവിടെ നിന്നിട്ട് ABCD പറഞ്ഞതാണ്. ഹായ് പറഞ്ഞ ഹായ് ഹായ് ഹലോ പറഞ്ഞേ ഹലോ ടാറ്റ പറ. ABCD പറയേ. ABCD ഉമ്മ തന്നെ ഉമ്മ 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 തന്നെ ഉമ്മ. ചേച്ചി എവിടെ? ചേച്ചി ചേട്ടനോട് ചേട്ടൻ ടാറ്റ പറ. ടാറ്റ. അപ്പോൾ ഇതിലേക്ക് പൊട്ടറ്റോ ഏകദേശം ഒരു പകുതി വെന്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ അതിലേക്ക് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കണം. വെണ്ടക്കായ നമ്മൾ തനിച്ചുണ്ടാക്കി കഴിക്കുമ്പോഴേ ഒരു നോളപ്പൊക്കെ ഉണ്ടാവാറില്ലേ, ഇങ്ങനെ ഒരു വഴുവഴുപ്പ് പോലെയൊക്കെ ഉണ്ടാവില്ലേ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. എരിവിന് വേണ്ടിയിട്ട് ഒന്നും കൂടി കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുക. എരിവ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് കുറച്ചൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കണം. ഒരു സബോളയാണ് ഞാൻ അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം. സബോളയും കുരുമുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടക്കായയും പൊട്ടറ്റോ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അതിന് നോളപ്പൊന്നുമില്ല, വഴുവഴുപ്പൊന്നുമില്ല. ചിലർ മെഴുക്ക് വരട്ടി എന്ന് പറയും, ചിലർ ഉപ്പേരി എന്ന് പറയും. അപ്പോൾ അതേ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഉച്ചക്കത്തെ ചോറിന് സൈഡ് ഡിഷ് ഇതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഉമ്മ 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 ഉമ്മ
അപ്പം ഉപ്പും എരിവും ഒക്കെ നല്ല പാകത്തിൽ